ഒരു HR മാനേജറിൻ്റെ റോളും റെസ്പോൺസിബിലിറ്റികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ് ടു ഡെവലപ്പ് എ തോറോ നോളജ് ഓഫ് കോർപ്പറേറ്റ് കൾച്ചർ, പ്ലാൻസ് ആൻഡ് പോളിസീസ്. അതായത് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ്റെ പ്ലാന്, അതുപോലെ ഓർഗനൈസേഷൻ്റെ പോളിസികൾ, അതിൻ്റെ കോർപ്പറേറ്റ് കൾച്ചർ എന്നിവയെ പറ്റിയുള്ള പൂർണ്ണമായ അറിവ് ഒരു HR മാനേജറിന് ഉണ്ടായിരിക്കണം. അടുത്ത പോയിൻ്റാണ് ടു ആക്ട് ആസ് ആൻ ഇൻറ്റേർണൽ ചേഞ്ച് ഏജൻറ്റ് ആൻഡ് കൺസൾട്ടൻറ്റ്. ഒരു ഓർഗനൈസേഷനിലെ ഇൻറ്റേർണൽ ചേഞ്ച് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യണം. അതായത് ഓർഗനൈസേഷനിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ മാറ്റങ്ങൾ, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അതിൽ ഇൻവോൾവ് ചെയ്ത് ഈ മാറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇതിനകത്തുള്ളത്. മൂന്നാമത്തെ പോയിൻ്റാണ് ടു ഇനീഷ്യേറ്റ് ചേഞ്ച് ആൻഡ് ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ആൻഡ് ഫെസിലിറ്റേറ്റർ. അതായത് ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞല്ലോ. ഈ മാറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യുക. അടുത്ത പോയിൻ്റാണ് ടു ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ കമ്പനീസ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. കമ്പനിയിലെ സ്ട്രാറ്റജി മേക്കിങ്ങിലൊക്കെ പങ്കെടുക്കുക. ടു കീപ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓപ്പൺ ബിറ്റ്വീൻ ദ HRD ഫംഗ്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ അകത്തും പുറത്തുമുള്ള ആളുകളുമായിട്ട് HRD ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. To identify and evolve HRD strategies in consonance with overall business strategy. ബിസിനസ്സിൻ്റെ ഓവറോൾ സ്ട്രാറ്റജിക്ക് ഉചിതമായ രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അടുത്ത പോയിൻ്റാണ് ടു ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വാരിയസ് ഓർഗനൈസേഷണൽ ടീംസ് ആൻഡ് ദെയർ വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ടീംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഓർഗനൈസേഷണൽ ടീംസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോവുക. ടു ട്രൈ ആൻഡ് റിലേറ്റ് പീപ്പിൾ ആൻഡ് വർക്ക് സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് ഈ റൈറ്റ് ജോബ് ഫോർ റൈറ്റ് പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, ഓരോ വ്യക്തിക്കും അനിവാര്യമായിട്ടുള്ള അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റായും എഫക്റ്റീവായും നേടിയെടുക്കാൻ സഹായിക്കുന്നു. ടു ഡയഗ്നോസ് പ്രോബ്ലംസ് ആൻഡ് ഡിറ്റർമിൻസ് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ പെർട്ടിക്കുലർലി ഇൻ ദ ഹ്യൂമൻ റിസോഴ്സ് ഏരിയാസ്. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് പല വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങളും കൾച്ചറും ഒക്കെയുള്ള ആളുകളായിരിക്കും. അവർ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പ്രോബ്ലംസൊക്കെ പരിഹരിക്കുക, അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ HRൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ടു പ്രൊവൈഡ് കോർഡിനേഷൻ ആൻഡ് സപ്പോർട്ട് സർവീസസ് ഫോർ ദി ഡെലിവറി ഓഫ് HRD പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുക. ദ ഫൈനൽ പോയിൻ്റ് ഈസ് to evaluate the impact of an HRD intervention or to conduct research so as to identify, develop or test how HRD in general has improved individual and organizational performance. Human resource ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെയും അവിടുത്തെ ഇൻഡിവിജ്വൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് എന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസാണ്. ഇനി നമുക്ക് റോൾ എന്താണെന്ന് നോക്കാം. ഒരു HR മാനേജ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് J.H. ജാക്സൺ ആൻഡ് R.L. മാത്തീസ് എന്നിവർ പറഞ്ഞിട്ടുള്ള കുറച്ച് റോൾസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഓഫ് HR, ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ് റോൾ ഓഫ് HR, സ്ട്രാറ്റജിക് റോൾ ഓഫ് HR. ഇനി ഇത് മൂന്നും ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഓഫ് HR.
The administrative role of HR management has been heavily oriented to administration and record keeping, including essential legal paperwork and policy. The administrative role of HR primarily involves managing the day-to-day operational tasks within the human resource department, including tasks like maintaining employee records, processing payroll, handling benefits administration, updating employee database, ensuring compliance with employment laws, and managing the flow of HR paperwork, essentially acting as the paperwork backbone of the HR function. ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട ലീഗൽ പേപ്പർ വർക്കുകൾ, അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള പോളിസികൾ തുടങ്ങിയവയുടെയൊക്കെ റെക്കോർഡ് കീപ്പിംഗ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറയുന്നത്. അതായത് ഡേ ടു ഡേ ഓപ്പറേഷണൽ ടാസ്കിൻ്റെ കൂടെ കുറച്ച് പേപ്പർ വർക്കുകളൂടെ വരും. അതായത് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ പ്രോസസ്സിങ് പേറോൾ, ഹാൻഡ്ലിംഗ് ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലുള്ള ചില സംഭവങ്ങളും കൂടെ വരും. രണ്ടാമത്തേതാണ് ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ് റോൾ ഓഫ് HR. ദ ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ് റോൾ ഓഫ് HR refers to the dual responsibility of a human resource department to manage the day-to-day HR functions like recruitment, payroll, and compliance, while also actively representing the interests of concerns of employees by listening to their issuing, addressing grievance, and advocate for fair treatment within the company. ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ് എന്ന് പറയുന്ന HR-ൻ്റെ റോള് 2 റെസ്പോൺസിബിലിറ്റികളാണ് കാണിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ്, പേറോൾ ആൻഡ് കംപ്ലയിൻസ് തുടങ്ങിയ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നതും HR-ൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി മൂന്നാമത്തേതാണ് സ്ട്രാറ്റജിക് റോൾ ഓഫ് HR. ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഗോൾസ് സപ്പോർട്ട് ചെയ്യുന്ന വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ടും എൻഗേജ്ഡ് ആയിട്ടും ഇരിക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. HR മാനേജ്മെൻറ്റിൻ്റെ പുതിയ റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 3 പുതിയ റോളുകളാണുള്ളത്. ഒന്നാമത്തേത് ഫെസിലിറ്റേറ്റർ ഓഫ് ചേഞ്ച്. ഒരു മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പീപ്പിൾസിനെ അപ്ഹീൽ വഴി ക്യാരി ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. രണ്ടാമത്തേതാണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. Rather than being an isolated function, human resource is regarded as a core activity, one which shapes a company's values. In particular, this can have an impact on customer service. ഒറ്റപ്പെട്ട ഒരു ഫംഗ്ഷന് പുറമെ ഒരു കമ്പനിയുടെ വാല്യൂസിനെ ഷേപ്പാക്കിയെടുക്കുന്ന കോർ ആക്ടിവിറ്റിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. മൂന്നാമത്തേതാണ് എ മീഡിയേറ്റർ. Establishing and balancing the new and emerging aspirations and requirements of the company and the individual. ഒരു കമ്പനിയുടെയും അവിടുത്തെ ഇൻഡിവിജ്വൽസിൻ്റെയും എമർജിങ് ആസ്പിറേഷൻസിനിടയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുന്നതും HR മാനേജ്മെൻ്റ് ആണ്.